ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് എന്താ പോലെ ഉണ്ടല്ലേ? രാവിലെ തന്നെയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം സമയം 5:15. അപ്പോൾ എനിക്ക് ഇന്ന് ഇത്ര രാവിലെ എന്നല്ലേ ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വേറെ ഒന്നല്ല, ഇന്ന് നമ്മളെ പൈങ്കിളീൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എന്ന് പറയുമ്പം ഇത് ജനുവരി 20 റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ജനുവരി 20 അവളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ബർത്ത്ഡേ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് മൺഡേ ആയതുകൊണ്ട് സ്കൂളുണ്ട്. അപ്പോൾ എക്സാം വന്നു. അപ്പോൾ രണ്ടാളും ഉറങ്ങുവാന്ന്, രണ്ടാളല്ല 3 ഉറങ്ങുവാന്ന്. അപ്പോൾ ഏകദേശം 2 വിളിക്കേണ്ട സമയം, പൈങ്കിളി പൊന്നു എഴുന്നേക്കേണ്ട സമയം. അപ്പോൾ ഞാൻ വിളിച്ച് അവരെ വിളിക്കുന്നിടക്ക് തന്നെ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ്, നമുക്ക് അവരെ വിളിക്കാം അല്ലേ? ആദ്യം പൈങ്കിളിനെ വിളിക്കാം, ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് വിളിച്ചിട്ട് വരാമല്ലോ. അവൾക്കതിന് ഓർമ്മയുണ്ടാവുമോ അറിയുന്നില്ല കേട്ടോ, ഇന്ന് ബർത്ത്ഡേ ആണ് എന്നുള്ളത്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ മക്കളെ കാര്യം അറിയില്ല എന്താണ് എന്നുള്ളത്. എഴുന്നേക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ പിന്നെ ഇന്നിനി ഏതവസ്ഥയിലാണ് ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേക്കുമോ അല്ല ഇനി അപ്പോൾ തന്നെ മടിച്ച് കിടക്കുമോ എന്നൊന്നും അറിയില്ല. വിളിച്ച് നോക്കട്ടെ. പൈങ്കിളി, പൈങ്കിളി, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എഴുന്നേക്ക്, പോവണ്ടേ? വേണ്ടേ? ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ആണെന്ന് ഓർമ്മയുണ്ടാ? എന്നാ എന്നെയൊക്കെ നല്ല കുട്ടിയായിട്ട് സമയമായി. ഇന്നലെ ആക്കിയ ബലൂണെല്ലാം ബാക്കിയുണ്ടോ നോക്കണ്ടേ? വാ എഴുന്നേക്ക്. കമോൺ കമോൺ. ബർത്ത്ഡേ ആയിട്ട് എൻ്റെ മടിച്ച് കളിക്കല, വേഗം രാവിലെ എണീക്കലല്ലേ. വേമ്പാ. കണ്ടാ ഇതാ വാ. തലക്കുന്ന ഒരു കുളിക്കട്ടോ. ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ച ബലൂണിൽ ഹാപ്പി ബർത്ത് ഡെക്കറേഷനിൽ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഹാപ്പി താഴെ വീണിട്ടുണ്ട്. ഞാൻ ബലൂണെല്ലാം പൊട്ടുന്ന വിചാരിച്ചിന്, പക്ഷേ ബലൂണ് രാത്രിയൊന്നും പൊട്ടിയില്ല എന്നാണ് തോന്നുന്നു. കാരണം ഇവിടെ പീസൊന്നും കാണുന്നില്ല, പക്ഷേ ബാക്കി വീണിട്ടുണ്ട്. ഇനി വൈകുന്നേരം വരെ ഇതിനകത്ത് എത്ര ബലൂൺ ബാക്കി ഉണ്ടാവുമെന്ന് അറിയുന്നില്ല. നോക്കാം നമുക്ക്. രാവിലെ ഒറ്റ ബലൂൺ ഉണ്ടാവില്ലേന്ന് ഇവക്ക് അതൊരു സർപ്രൈസ് ആവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ശരിയാ, ബലൂണിൻ്റെ കാറ്റ് പോയി കിടപ്പ്. അങ്ങനെയല്ല. അപ്പോൾ ബാക്കി എനിക്ക് തിരക്കാന്ന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ഇവരെ പറഞ്ഞു വിടണം. അപ്പോൾ അങ്ങനെയെല്ലാം കുറേ പരിപാടി ഇനിയുണ്ട്. അതിന് ശേഷം ഇവർക്ക് ലഞ്ച് സ്പെഷ്യൽ ഇവൾ പറഞ്ഞിട്ടുണ്ട്, അത് റെഡിയാക്കണം. അപ്പോൾ എല്ലാം കൂടി ചെറിയൊരു വീഡിയോ നമുക്ക് ആക്കി കളയാന്നാൽ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കട്ടെ. പൈങ്കിളി പോയിട്ട് റെഡിയായിട്ട് വരട്ടെ. ബർത്ത്ഡേ ഗേൾ സ്കൂളിൽ പോവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് ഓള് സെലക്ട് ചെയ്ത ഡ്രസ്സ്. ബർത്ത്ഡേക്ക് സ്കൂളിൽ പോകുമ്പോഴാണ് സെലക്ട് ചെയ്ത ഡ്രസ്സ്. എനിക്ക് ഫ്രോക്ക് ഇട്ട് പോകാനാണ് ഇഷ്ടം, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇഷ്ടം. അപ്പോൾ ഓളിതാ സെലക്ട് ചെയ്തേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ 3 ഫ്രോക്കും അവൾ ഇതും മതി എന്നും പറഞ്ഞിട്ടായിരിക്കുന്നുണ്ടായ, അങ്ങനെ സെലക്ട് ചെയ്തതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ രാവിലെ സമയം 6:15 കഴിഞ്ഞു.
പക്ഷെ കണ്ട ഭയങ്കര ഇരുടാണ്, സൂര്യനൊന്നും ഉദിച്ചു വന്നിനില്ല. ഈ ടൈമാണ് മക്കൾ ഇവിടുന്ന് ഇപ്പം സ്കൂളിൽ പോകാൻ പോവുക. ഈ തണുപ്പ് സമയം ഇങ്ങനെയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേയുള്ളൂ ഞാൻ. ഇതാ കണ്ട, ഇവരുടെ സ്കൂൾ ബസ് ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടേ വരും. പക്ഷെ അതിന് മുമ്പേ തന്നെ വേറെ സ്കൂളിൽ നിന്നും ബസ് വന്ന് തുടങ്ങി, പിള്ളേഴ്സൊക്കെ പോയി തുടങ്ങി. അങ്ങനെയാണ്. ഇതാണ് റെഡിയായോ? ചോക്ലേറ്റ് എല്ലാം എടുത്ത് വെച്ചോ. എന്തെല്ലാം സ്പെഷ്യൽ വേണമെന്നാ പറഞ്ഞത്? ഉച്ചക്കത്തെ ലഞ്ച് ബിരിയാണി വേണോ മന്തി വേണോ എന്ന് ചോദിച്ചിരുന്ന പറഞ്ഞേ. ഇതെന്നാ വേണ്ടേ? ചിക്കൻ കറിയും പേര് ഗീ റൈസാ? ഗീ റൈസ് ഗീ റോസ്റ്റ്. എക്സാമിന്റെ കാര്യം മറന്നുപോയിനോ? നിന്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ച ദൂരെ പോയി നിന്നാട്ടെ. ഓക്കേ, അങ്ങനെ ഓക്കെ ബൈ. ഇനി ചോക്ലേറ്റ് കൊടുക്കാൻ മറന്നുകൊണ്ടാ. വേണോ? ആ എന്നാ വിട്ടോ, ഇനി ലേറ്റ് ആക്കിയിട്ട് ബസ്. പത്തിക്കല്ലോ. അമ്മ ബാഗില് ബുക്കും എല്ലാം പിടിച്ചാട്ടെ. ഇനി ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് പകുതി സാധനം എടുക്കണ്ട പോന്നു. തിരിച്ചു വരുമ്പോ എടുക്കാണ്ട് വന്നേക്കരുത്. തിരിച്ചു വരുമ്പോ എടുക്കാൻ മറന്നൂറ്. വേമ്പോട് ഇനി ബസ് മിസ്സാക്കണ്ട. ബൈ ബൈ. അങ്ങനെ എല്ലാവരും പോയി, ഞാൻ മാത്രമായി. പിള്ളേഴ്സ് സ്കൂളിൽ പോയി, ഇവനായിട്ട് ഓഫീസിൽ പോയി. ഇനി എനിക്ക് കുറച്ച് സമയം ഫോൺ നോക്കണം. ഫോണിൽ നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് എല്ലാം കുറച്ച് നോക്കണ്ടേ, അത് നോക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കണം. അതിനുശേഷം ലഞ്ചിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ഭയങ്കര പറഞ്ഞിരുന്നു, നേരത്തെ കേട്ടിരുന്നല്ലോ പറഞ്ഞത്. നമുക്ക് ഗീ റൈസും ചിക്കൻ കറിയാണ് വേണ്ടേ. പിന്നെ പായസം പൊതുവേ അവൾ പറയാറുണ്ട്. ഞാൻ പാൽപ്പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു, പക്ഷേ ഒക്കെ അത് വേണ്ട, സേമിയ മതി, സേമിയ കുടിക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ ഒരു സേമിയ അത്രയേ ഉള്ളൂ. ബാക്കി കേക്ക് കട്ടിങ് എല്ലാം വൈകുന്നേരം അവനോട്ടൻ ഓഫീസിൽ നിന്നെല്ലാം വന്നിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറെ കയ്യേരി പരിപാടിയൊന്നുമില്ല കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അയ്യോ ഭയങ്കര ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും വിചാരിക്കണ്ട. ചെറിയൊരു പാർട്ടിയും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊരു സന്തോഷമല്ലേ. പിന്നെ ചെറിയ തോതിലൊരു കേക്ക് കട്ടിങ്, ഒന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാനുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ നമ്മൾ സന്തോഷം അടങ്ങിയ ചെറിയൊരു വീഡിയോ. അപ്പോൾ ബാക്കി ഞാനിനി പോയിട്ട് കുറച്ച് സമയം ഫോൺ നോക്കിയിട്ട് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്കിനി ഉച്ചക്ക് അവൾ സ്കൂൾ വിട്ട് വന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഓക്കെ. ഭയങ്കര ഇതാ സ്കൂളിൽ നിന്ന് വന്ന് കണ്ട മുടി ഞാൻ എങ്ങനെയാണ് പോകുമ്പോൾ കെട്ടിക്കൊടുത്തതിനെന്ന് ഫ്രണ്ട്സെല്ലാം പറഞ്ഞവരും ഇങ്ങനെയാണ് നല്ലത്. എൻ്റെ മുടിയെല്ലാം അയച്ചിട്ട് ലാസ്റ്റ് വീട് അയച്ചെന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട. ലാസ്റ്റ് വീടാ ഒരു അയച്ചിന്. പിന്നെ ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റെല്ലാം ഉണ്ട്, കിച്ചൈന്. പിന്നെ ചോക്ലേറ്റ് ഇതെല്ലാം തീർന്നില്ല. പിന്നെ അടുത്തത് എന്തോ ഉണ്ട്. പിന്നെ കഴിഞ്ഞ നീയും ഉണ്ടാ അന്ന് പേര് പറയണ്ട. അപ്പോൾ എൻ്റെ ഫുഡായോ എന്ന് ചോദിച്ചാൽ പൊന്നുവിനെ ഞാൻ പായസം ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് സ്കൂളിൽ വന്നിട്ട്, കാരണം എൻ്റെ പായസം ആയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ആയി, പായസം ബാക്കി ആ പരിപാടിയുണ്ട്.
ഡയറി മിൽക്ക് ഗീ റൈസ് പായസമായിക്കൊണ്ടിരിക്കുന്നു. ഷുഗർ കാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി റെഡി. കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഉച്ചക്കൊക്കെയല്ലേ വേണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് വേണം എൻ്റെ പായസം. ഫുഡാകുമ്പോഴേക്ക് പായസം ആവും തോന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു ഉറക്കമെല്ലാം ഉണ്ടാവും. അതൊക്കെ കഴിയുമ്പോഴേക്ക് പായസം റെഡിയാവും. ബാക്കി ഇനി നമുക്ക് പിന്നെ കാണാം അല്ലേ. ഇനി ബർത്ത്ഡേ ഗേൾ ഒരുറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി കേക്ക് കട്ടിങ്ങിന്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ അന്നേരം നമുക്ക് കാണാം. അങ്ങനെ കേക്ക് കട്ടിങ്ങിന് കാണാമെന്ന് പറഞ്ഞെടുക്കുക ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ഫുഡൊക്കെ കഴിച്ച് പായസം കുടിച്ചിട്ടില്ല. പായസം പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് സോഫയിൽ ഇങ്ങനെ കിടന്ന് TV കണ്ട് കളിക്കുമ്പോഴാണ്, കാരണം ഉറക്കുന്നില്ല, ബർത്ത്ഡേ ആയതുകൊണ്ട് ഉറക്കില്ല ഉച്ചക്ക്. അപ്പോൾ അങ്ങനെ കിടന്ന് കളിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. പോയി തുറന്ന് നോക്കുമ്പോൾ അവളെ ഫ്രണ്ട്സ്. സർപ്രൈസായിപ്പോയി. അങ്ങനെ ഒരു പ്രതീക്ഷയേ ഉണ്ടായിരുന്നില്ല ഇവർ മൂന്നാളും വരും എന്നുള്ളത്. രണ്ടാളുടെ സമാരി തന്നെയാണ്, ഒരാൾ ഇൻ്റർനാഷണൽ സിറ്റിയിലാണ്. അപ്പോൾ 3 പേരും കൂടി പ്ലാൻ ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ പാർട്ടിയിൽ രാവിലെയൊക്കെ ആരുമില്ല, ഗസ്റ്റ് ഇല്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. കാരണം ഞങ്ങൾ ഇവരെ പ്രതീക്ഷിച്ചതേ ഇല്ല, ഞങ്ങൾ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു എല്ലാവരും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഞാൻ പിന്നെ വന്നപാട് കുറച്ച് പായസമൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഇവരിന് ഒന്ന് താഴെയൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരാം. കാരണം വിനോദം വരുമ്പോൾ തന്നെ നമ്മൾ 6:30 ഒക്കെ ആവും. 7 o'clock കേക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കട്ടിങ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ ആ പരിപാടിയിലേക്ക് നീങ്ങി. കേക്ക് വന്നു, പൈങ്കിളിന് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ പൈങ്കിളി മാത്രം റെഡി ആയിട്ടില്ല. പൈങ്കിളിൻ്റെ ഫ്രണ്ട്സ് ഇതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്, അവളോട് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തിരുന്നില്ല, കുറച്ച് മിനിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ പൈങ്കിളി റെഡി ആയിട്ട് വരട്ടെ. Come on. Okay, no, come. അങ്ങോട്ട് പോകുക. Sing happy birthday, Martin. Happy birthday to you. Sing happy birthday. Very nice. Okay. അവിടെ പോയി നിൽക്കുക. Tell me how you feel. Nice. Why you feeling nice? That's not good. ഒരു candle എങ്കിലും മൂന്നിൽ വെക്കണ്ടേ? No, put 12 candles because Yeah, there is 12, but then you know it's gonna ruin the cake. just put like 12. What candle? ഇതാണ് നമ്മളെ സൂര്യ ആക്കിയ കേക്ക്. സൂര്യ എൻ്റെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജൊക്കെ ഉണ്ട്. അപ്പം അവളോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കേക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലെങ്കിൽ അവള് നല്ല നല്ല തീമിൽ നിന്ന് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി തരും. ചാരുവിനാണ് Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Bro, let her blow it. Make a wish and blow it, okay? Yeah. Then it's useless. Teeny coffee. Teeny Why, how do Jan. I had to eat. And eat it. Again. You were what? Oh, side-eyeing. No. That's right. Goodbye. Okay, tata. Tomorrow there's a meeting. You better come. I am not free, you know.
Always not free. What? Huh? Yeah? You juice or no? Ta-ta. Juice or no? All good. You want juice? You want juice? No, she don't want juice. ഓക്കെ ബൈ. Okay, bye. Bye. Yeah. Thank you. അങ്ങനെ പൈങ്കിളീൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി. അതിന് ശേഷം ഞങ്ങൾ താഴെയൊക്കെ ഒന്ന് വെറുതെ നടന്നിട്ട് വന്ന്. വെറുതെ എന്ന് വെച്ചാൽ താഴെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ താഴെ, അല്ലാണ്ട് വണ്ടിയൊന്നും എടുത്ത് പുറത്തൊന്നും പോയില്ല. എന്നിട്ട് വന്നിട്ട് അതിന് ശേഷം ഗിഫ്റ്റ് ഓപ്പൺ പരിപാടിയാണ്. അപ്പോൾ ഗിഫ്റ്റൊക്കെ നമ്മൾ അന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കാര്യമായിട്ട് ഗിഫ്റ്റൊന്നുമില്ല, 2 ഡ്രസ്സ്, പിന്നെ എന്തോ കീ ചെയിന്, ഒരു ബുക്ക്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ട്, അതാണ് അവളെ കൈ കാണുന്നത്. എന്നാൽ നമുക്കൊരു ഐഡിയ ഇല്ല. ഇനി അവൾ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എങ്ങനെ പോയാലും എന്റെ പൊന്നാര മുതലാളി ഏറ്റവും കുറഞ്ഞത് 4 വർഷമെങ്കിലും അടുത്ത് 4 വർഷം സെൻട്രൽ ജയിലിൽ മുതൽ എനിക്ക് ഇതില് ബൂസ്റ്റ് ആക്കിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ ആദ്യം. ഞാൻ ആരെയും കടയിൽ പിടിച്ച് പോയതുമില്ല, എന്റെ കണ്ണിന് അങ്ങനെ അസുഖമില്ല. ഒക്കെ എന്നെ കൊണ്ട് എന്തെങ്കിലും നോക്കണേ. നിങ്ങളത് പറയാം, എനിക്ക് കോൺസ്റ്റന്റാണ് വളഞ്ഞ ബുദ്ധിയാണെന്നൊക്കെ. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. ബർത്ത്ഡേ സെലിബ്രേഷന് ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. എന്താ മനസ്സിലായില്ല? ഞാൻ രാവിലെയെല്ലാം പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തെവിടെയും പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളെ ഫ്രണ്ട്സ് അപ്രതീക്ഷിതമായി വന്നത്. ഇവളെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ കൂടെ പഠിച്ച കുട്ടികളല്ലേ. ഇപ്പോൾ ഇവിടെ സ്കൂളെല്ലാം മാറി. അപ്പോൾ കുട്ടികൾ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അവർ കേക്ക് മുറിച്ചിട്ട് പോകാം, പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ച്. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോയില്ല. എല്ലാവരും ഇവിടെ തന്നെ ഫുഡെല്ലാം കഴിച്ച് അവർ പോയി. അപ്പോൾ അങ്ങനെയില്ലാന്ന് ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ്. ഇത് ഇവർക്ക് കിട്ടിയ ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഞാനാണ് ആ ഗ്ലാസ്സിന് പിന്നിൽ. എനിക്കിഷ്ടം ഇങ്ങനത്തെ ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ. പിന്നെ ഇവർക്കെല്ലാം ഇങ്ങനത്തെ ഗിഫ്റ്റൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ കുടിക്കോ ഇല്ലയോ എന്ന് ആയിരിക്കും പറയണേ. ഞാനൊരു ഷോന് വെക്കാന്നുള്ള രീതിയിലാണ് ആക്കിയത്. ഇവർ പറയുന്ന അതിനകത്ത് വേണം എനിക്കിനി ബൂസ്റ്റ് ചെയ്യുന്നല്ലോ. അങ്ങനെ കുടിക്കാൻ പറ്റുമോ? പിന്നെ ആ ഫോട്ടോ എല്ലാം വെള്ളം തട്ടി പോയി പോവുക. എനിക്കറിയില്ല, അതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയോ ആണല്ലേ വിചാരിക്കുന്നുണ്ടാവില്ല. ഇതാണോ വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം പറഞ്ഞില്ലേ, ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.